എന്തൊക്കെ ഭീഷണികളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഭിന്നിച്ചു നിൽക്കാനുള്ളതാണോ നമ്മൾ ഇനിയുള്ള നാളുകൾ? അതുകൊണ്ടാണ് ഞാൻ മെനിയാന്ന് അരീക്കോട് വെച്ച് പറഞ്ഞു, ഇനി നമ്മുടെ നാളുകൾ ഒന്നിച്ചുള്ളതാണ്, ഒരുമിച്ച് പോകണം. കുറേയേറെ ഭിന്നതയിൽ നിന്നിട്ട് എന്ത് കാര്യം? എല്ലാവരും, നിങ്ങളായാലും ആരും, ഈ പച്ചപ്പതാക തണലുണ്ടാവും, നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രസംഗത്തിന്റെ മുമ്പ് എന്റെ അടുത്തിരുന്ന ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് അതിനു മുമ്പ് ഞാൻ ഖലീൽ ബുഖാരി തങ്ങളെ, സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളോട് ഞാൻ ഡയാലിസ് സെന്റർ സന്ദർശിക്കാൻ പറഞ്ഞു. അദ്ദേഹം വരാമെന്ന് പറഞ്ഞിരുന്നു. പേരോട് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് വരണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ഞാനത് ആഗ്രഹിക്കും, നിങ്ങൾ എന്റെ കുറ്റ്യാടിയിലേക്ക് വരണമെന്ന് എന്നെയും വിളിച്ചു, ഞാനും വരാമെന്ന് പറഞ്ഞു. ഇനി അങ്ങനെയാണ്, ഞങ്ങൾ എല്ലായിടത്തും പരസ്പരം പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും, ആരെയും ശത്രുതയായി കാണില്ല. ഞങ്ങൾക്കെല്ലാവരും ഒന്നാണ്, ഈ പ്രസ്ഥാനത്തിനൊന്നാണ്. കേരള യാത്രക്ക് ബഹുമാനപ്പെട്ട AP ഉസ്താദിന് മുസ്ലിം ലീഗിന്റെ പച്ച പതാക പിടിച്ചുകൊണ്ടാണ് അഭിവാദ്യം അർപ്പിച്ചത്. ഇനിയും അങ്ങനെ തന്നെ. ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് ശത്രുത വെച്ച് പുലർത്തുന്നത്? ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും, ഞങ്ങൾക്ക് വോട്ട് ചെയ്തവരോട്, സഹായിച്ചവരോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.